വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യന്മാരോടും വലിയ ഒരു ജനാവലിയോടും കൂടി ജെറീക്കോ വിട്ടു പോകുമ്പോൾ തെമ്യൂസിൻ്റെ പുത്രനായ ബർത്തിമ്യൂസ് എന്ന അന്ധനായ യാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറേനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, വലിയ നൊയമ്പിൻ്റെ ഏതാണ്ട് അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 6ാമത്തെ ഞായറാഴ്ച. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ വിശ്വാസത്തിൽ ഉള്ള ഒരു വളർച്ചയാണ് സഭ ആഗ്രഹിച്ചത്. നൊയമ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ജാഗരണത്തിലൂടെ, അനുതാപത്തിലൂടെ ഒരു മനസ്താപ ജീവിതം, ഒരു പരിവർത്തന ജീവിതം, ഒരാത്മീയ നവീകരണം, ഇതായിരുന്നു സഭ നമ്മളിന്ന് ആവശ്യപ്പെട്ടത്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ അന്ധനായ യാചകനായ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് നമ്മുടെ ചിന്താവിഷയം. ബർത്തിമ്യൂസ്. വേദപുസ്തകത്തിലെ പല കഥാപാത്രങ്ങൾക്കും പേരില്ല. എന്നാൽ വളരെ കൃത്യമായി ഇവിടെ തിമയുടെ മകനായ ബർത്തിമ്യൂസ് എന്ന് പറയുന്ന ഒരു അന്ധനെയാണ് കർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ അന്ധൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന 4 പാഠങ്ങളുണ്ട്. ഈ നൊയമ്പിൻ്റെ അവസാന കാലങ്ങളിൽ നാം ഈ 4 പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടി അനുവർത്തമാക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഞാൻ പറഞ്ഞവൻ്റെ അന്ധനാണ്. സമൂഹത്തിൽ സ്ഥാനമോ മാനമോ നിലയോ വിലയോ അംഗീകാരമോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ്. അവനൊരു യാചകനാണ്. എല്ലാവരുടെയും ഔദാര്യം പിച്ചുകൊണ്ട് അവന് കൊടുക്കുന്ന ഭിക്ഷ കൊണ്ട് ജീവിക്കുന്നവനാണ്. അന്ധനാണ്, യാചകനാണ്, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ലാത്തവനാണ്. അവൻ്റെ ജീവിതത്തിൽ യേശു എങ്ങനെ ഇടപെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കാം. യേശു ഇങ്ങനെ ജെറീക്കോയിൽ കടന്നു പോകുമ്പോൾ ഇവൻ വഴിയിൽ നിന്ന് ഭിക്ഷ യാചിക്കുകയാണ്. വലിയ ആരവം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ആരാ, എന്തുവാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആരോവനോട് പറഞ്ഞു, നസറേനായ യേശു കടന്നു പോകുന്നു. അവൻ കണ്ടിട്ടില്ലെങ്കിലും നസറേനായ യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. അനേക കാര്യങ്ങൾ അവൻ കേട്ടിട്ടുണ്ട്. പച്ചവെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മീതെ നടന്നവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കുരുടർക്ക് കാഴ്ച കൊടുത്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് വലിയൊരു പ്രതീക്ഷയുണ്ടായി. അവൻ ചെയ്ത 1ാമത്തെ കാര്യം, ഇവൻ ഉച്ചത്തിൽ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചു. അവനെന്താ വിളിച്ചത്? നസറേനായ യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അവൻ്റെ ആ വിളിയിൽ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. നസറേനായ യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അവിടെ പലരും അവനെ തടസ്സപ്പെടുത്തി, നിശബ്ദനായിരിക്കുവാൻ ആവശ്യപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഇവൻ്റെ ജീവിതത്തിലേക്ക് പലരും തടസ്സങ്ങൾ നിർമ്മിച്ചെങ്കിലും അവൻ കൂടുതൽ 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 ഉച്ചത്തിൽ യേശുവിനെ വിളിച്ചു. നമ്മുടെ ജീവിതം യേശുവിനെ വിളിക്കുവാനായിട്ടുള്ളതാണ്. പ്രത്യേക സമയമൊന്നുമില്ല. ജീവിതത്തിൻ്റെ 24 മണിക്കൂറിലും നാം യേശുവിനെ വിളിക്കണം. പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ നാം യേശുവിനെ വിളിക്കണം. കൃത്യമായി ദേവാലയത്തിൽ പോകണം, കൃത്യമായി പുസ്തകങ്ങൾ എടുക്കണം, കൃത്യമായി ഉറക്കെ പ്രാർത്ഥിക്കണം, ഉറക്കെ വേദപുസ്തകം വായിക്കണം, ഉറക്കെ പാട്ട് പാടണം. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കണം. ദൈവത്തെ വിളിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറ്റണം, ഒരു ഹാബിറ്റായിട്ട് മാറ്റണം. ദൈവത്തെ വിളിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഒരു പ്രഭാതം കൂടി തന്ന ദൈവത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദിവസം ആരംഭിക്കാൻ സാധിക്കണം. എല്ലാ പ്രവൃത്തികളും ദൈവത്തോട് ആലോചിച്ചുകൊണ്ട്, എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. പലരും തടസ്സങ്ങൾ പറയും. നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചോദിക്കും. അതൊന്നും കാര്യമാക്കരുത്, ഗവനിക്കരുത്. ദൈവത്തെ നിരന്തരമായി ദൈവത്തോടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം.
ജീവിതത്തിൻ്റെ നല്ല വശത്തും ചീത്ത വശത്തും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദുഃഖത്തിലും വേദനയിലും എല്ലാം ദൈവത്തെ വിളിക്കുവാൻ നമുക്ക് സാധിക്കണം. നിരന്തരമായി ദൈവത്തെ വിളിക്കുന്ന ഒരു ശൈലി, ദൈവത്തെ വിളിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ ആവർത്തിച്ച് വിളിച്ചപ്പോൾ യേശുവിൻ്റെ വിളി കേട്ടു. നാം ഓർക്കണം, നാം എത്ര കൂട്ടായ്മയിൽ നിന്നാലും എത്ര വലിയ ബഹളത്തിൽ നിന്നാലും എൻ്റെ യേശുവിനെ എന്നെ കാണാം, എൻ്റെ യേശുവിനെ എന്നെ കേൾക്കാം, എൻ്റെ യേശുവിനെ എന്നെ അറിയാം. യേശു ഇടപെടുന്നത് കൂട്ടത്തോടല്ല, യേശു ഇടപെടുന്നത് വ്യക്തികളോടാണ്. നമ്മൾ ഈ വേദപുസ്തകത്തിൽ അനേക സന്ദർഭങ്ങൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളോട് സിനഗോഗിൽ അനേക മനുഷ്യരുണ്ടായിട്ടും അവിടെ കൂനിയായ ഒരു സ്ത്രീയെ കർത്താവ് കണ്ടു. കർത്താവ് വിളിക്കുന്ന ശിഷ്യന്മാരെ നോക്കുകയും പലരെയും കാണുമ്പോൾ അവരെ കണ്ടു, അവനെക്കുറിച്ച് മനസ്സിലായി, അവരെ വിളിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മളെ രണ്ടാമത്തെ ചിന്തയായിട്ട് വരുന്നത്, യേശു പറയുക, അവനെ വിളിക്കുക. ആൾക്കാരോട് ചെന്നവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കും, നിന്നെ യേശു വിളിക്കുന്നു. നാം ദൈവത്തെ വിളിച്ചാൽ മാത്രം പോരാ, ദൈവം നമ്മെ വിളിക്കുന്നതോടുകൂടി, ദൈവം നമ്മോട് സംസാരിക്കുന്നതുകൂടി കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഏതൊരു കാര്യത്തിനും ദൈവത്തോടാണ് ചോദ്യം ചോദിക്കേണ്ടത്. ദൈവമേ, നിനക്കെന്താ പറയാനുള്ളത്? എന്താണ് നിന്റെ അഭിപ്രായം? എന്താണ് നിന്റെ തീരുമാനം? നമ്മുടെ തീരുമാനം നമ്മുടേതാകരുത്, ദൈവത്തിൻ്റെതാകണം. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വീട് വെക്കാൻ പോവുകയാണോ? ദൈവത്തോട് ആലോചന ചോദിക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണോ? ദൈവത്തോട് ആലോചന ചോദിക്കണം. വിവാഹം നടത്താൻ പോവുകയാണോ? ദൈവത്തോട് ആലോചന നടത്തണം. ഏതെങ്കിലും പുതിയ ഒരു സ്ഥാനത്തേക്ക് പോകാൻ പോകണോ? ദൈവം എന്താ പറയുന്നത്? അതിന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കണം. നമുക്കത് കിട്ടുന്ന ഭൗതിക നേട്ടങ്ങളെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ലൗകികമായ എന്തെങ്കിലും കാരണത്താലോ ഒന്നും തീരുമാനങ്ങൾ എടുക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? 5 കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 1, ദൈവത്തിൻ്റെ കൽപ്പന എന്ത് പറയുന്നു എന്ന് ചോദിക്കണം. 2, ദൈവത്തിൻ്റെ വചനം ഇതേപ്പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിക്കണം. 3, ദൈവത്തിൻ്റെ സഭ എന്ത് പറയുന്നു എന്ന് ചോദിക്കണം. 4, നിന്റെ മനസ്സാക്ഷി എന്ത് പറയുന്നു എന്ന് ചോദിക്കണം. 5, ഈ പ്രപഞ്ചം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറയുന്നത് ചോദിക്കണം. ഇങ്ങനെ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളും നിങ്ങൾ എടുക്കുമ്പോഴും ഈ 5-ൽ ഏതെങ്കിലും ഒന്ന് ദൈവം നമ്മോട് സംസാരിക്കും. ഈ 5-ൽ ഒന്നിൽ കൂടി ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ ദൈവത്തിനോട് സംസാരിക്കാനുണ്ട്. ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം. പള്ളിയിൽ കിടന്നുറങ്ങുന്ന ശമൂവേലിനെ ദൈവം 3 പ്രാവശ്യം വിളിച്ചിട്ടും ശമൂവേൽ വിളി കേട്ടില്ല. ശമൂവേൽ ഏലി പുരോഹിതനടുക്കിലേക്ക് ഓടിച്ചു ചോദിച്ചതിനാ വിളിച്ചതെന്ന്. പക്ഷെ ദൈവത്തോട് അവൻ സംസാരിച്ചു. കർത്താവെ സംസാരിച്ചാലും അടിയനിതാ കേൾക്കുന്നു, ദാസനിതാ കേൾക്കുന്നു. ദൈവത്തെ കേൾക്കുവാനുള്ളൊരു കാത് നമുക്കുണ്ടാകണം, ഒരു മനസ്സ് നമുക്ക്. നമ്മൾ ഓടി 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 നടക്കുന്ന കൂട്ടത്തിൽ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ മറന്നുപോകും. കൽപ്പനയിലൂടെ, വചനത്തിലൂടെ, ദൈവത്തിന്റെ സഭയിലൂടെ ഒക്കെ ദൈവം നമ്മോട് സംസാരിക്കും. ഈ പ്രകൃതിയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കും. അതൊക്കെ നടക്കുമ്പോൾ നാം ഓർക്കണം, ഈ പ്രകൃതി സംഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, 3-ാമതായിട്ട് അവൻ ദൈവത്തെ വിളിച്ചു. 2-ാമതായിട്ട് അവൻ ദൈവത്തെ കേട്ടു. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അവൻ ചെയ്തൊരു പ്രക്രിയയുണ്ട്. അവന് ഇട്ടിരുന്ന ഒരു പുറങ്കുപ്പായം അവൻ വലിച്ചെറിഞ്ഞു. എന്നാണ് അതിന്റെ അർത്ഥം? ഈ പുറങ്കുപ്പായം വളരെയധികം വൃത്തികെട്ട ഒന്നാണ്. അവൻ അന്ധനായിരുന്നത് കൊണ്ട്, യാചകനായിരുന്നു കൊണ്ട് അവന്റെ വസ്ത്രം അഴുകാതായിരിക്കുന്ന പുറങ്കുപ്പായം ധരിച്ചിരുന്നു. അത് മുഴുവൻ ചെളി പുരണ്ടതാണ്, ചള്ള പുരണ്ടതാണ്, അഴുക്കാണ്, മാലിന്യമുള്ളതാണ്. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് പോകണം. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി അവൻ ചെയ്തത് ഈ പുറങ്കുപ്പായം അവൻ വലിച്ചെറിഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പലപ്പോഴും മോട്ടോർ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്നവര് അവരുടെ കുപ്പായവും അവരുടെ വസ്ത്രവും ഒക്കെ അഴുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഓവർകോട്ട് തയ്ക്കും. ആ ഓവർകോട്ട് പലപ്പോഴും നനയ്ക്കാറില്ല, വെള്ളം കാണാറില്ല, ഒരുപാട് അഴുക്കും പൊടിയും ചെളിയൊക്കെ പുരണ്ടതായിരിക്കും. പക്ഷേ നമുക്കറിയാം, അത് പലപ്പോഴും ഇട്ടിട്ടാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറി പോകുന്നത്. ഇവിടെ ഈ മനുഷ്യനെ യേശു വിളിക്കുന്നു. പരമപരിശുദ്ധനായ യേശുവിന്റെ അടുക്കിലേക്ക് കുരുടനായ, അന്ധനായ, ഈ ഭിക്ഷക്കാരനായ മനുഷ്യന് ചെല്ലണം. പക്ഷെ അവന് ബോധമുണ്ടായിരുന്നു. അവൻ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു. ഈ നൊയമ്പ് കാലത്ത് നാം ചെയ്യേണ്ട 3-ാമത്തെ കാര്യം ഇതാണ്: നമ്മുടെ പുറങ്കുപ്പായം വലിച്ചെറിയണം. പാപമാകുന്ന നമ്മുടെ പുറങ്കുപ്പായം വലിച്ചെറിയണം. എല്ലാ തിന്മയിൽ നിന്നും, എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ അശുദ്ധിയിൽ നിന്നും മാറുവാൻ നമുക്ക് സാധിക്കണം. അശുദ്ധിക്ക് ദൈവത്തിന്റെ സ്ഥാനത്ത് വിശുദ്ധിയുടെ സ്ഥാനമില്ല. മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് വഴി മാറ്റുക. ചെരുപ്പ് അശുദ്ധമായ ഒന്നാണ്. അത് ഈജിപ്തിന് പ്രതീകമായിരുന്നു.
അത് പുറം ലോകത്ത് നടക്കുന്ന ഒരു സംഗതിയായിരുന്നു. അത് വൃത്തികെട്ടൊരു സാധനമാണ്. അത് വലിച്ചെറിഞ്ഞിട്ടേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് അശുദ്ധിക്ക് വിശുദ്ധിയുടെ മുമ്പിൽ സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. എൻ്റെ ശാരീരികമായ വിശുദ്ധി, എൻ്റെ മാനസികമായ വിശുദ്ധി, എൻ്റെ ആത്മീക വിശുദ്ധി എൻ്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ നോയമ്പിന്റെ അവസാനത്തിൽ ഇത് വളരെ നമ്മൾ പുരോഗമിക്കുവാനിരിക്കുന്നു. പാപത്തിൽ നിന്നും മാറി എല്ലാ തിന്മയിൽ നിന്നും, വിചാരത്തിൽ നിന്നോ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ പൂർണ്ണമായും പാപത്തിൽ നിന്ന് മാറി ശുദ്ധമുള്ളൊരു ഹൃദയം, ഇതാണ് നമുക്ക് ആവശ്യം. ദൈവം മുഖം നോക്കുന്നവനല്ല, ഹൃദയത്തിന്റെ ശുദ്ധി നോക്കുന്നവനാണ്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. ഈ മനുഷ്യൻ അവന്റെ പാപഭംഗരമായ അവസ്ഥയെ വലിച്ചെറിയുവാൻ തയ്യാറായതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തിന്മകളെയും എല്ലാ പാപങ്ങളെയും വലിച്ചെറിയുവാൻ കൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. പാപത്തിന്റെ വലിയ ഒരു പരിഹാരമാണ്, ഒരു മനസ്സാന്തരമാണ് നോയമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, ഒരു പുതിയ മനുഷ്യനായി തീരുക, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുക. ഇതാണ് നോയമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ പുതിയ മനുഷ്യനായി, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി നമ്മൾ രൂപാന്തരപ്പെടണം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നോയമ്പ് നോക്കിയിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പഴയ പാപങ്ങൾ തന്നെ നമ്മ ആവർത്തിക്കുമെങ്കിൽ, കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിച്ചുകൊണ്ടേയിരിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരിക്കുന്നു, കുശം കുത്തുന്നവൻ കുശം കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ നോയമ്പിന് എന്ത് പ്രയോജനം? ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, ഈ കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കരുത്, മോഷ്ടിക്കുന്നവൻ മോഷ്ടിക്കരുത്. എല്ലാ തിന്മയിൽ നിന്നും മാറി നന്മയിലേക്കും പുണ്യത്തിലേക്കും വിശുദ്ധിയിലേക്കും വരുവാൻ നമുക്ക് സാധിക്കണം. ദൈവകൃപ ആവോളം നമുക്കുണ്ട്. ദൈവം റെഡിയാണ് എല്ലാ കൃപയും നമുക്ക് നൽകുവാനായിട്ട്. നാം ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. പിന്തിരിയണമെങ്കിൽ, ഒരു മാനസാന്തരം വേണമെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കുവാൻ തയ്യാറാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ദൈവത്തോട് ചോദിച്ചാൽ മതി, എൻ്റെ കർത്താവേ, ഞാൻ പാപിയാണ്, മഹാപാപിയാണ്, കരുണയായിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് ചെറുതും വലുതുമായ എല്ലാ തിന്മകളെയും കണ്ടുപിടിക്കണം, എല്ലാ പാപങ്ങളെയും കണ്ടുപിടിക്കണം. അതിൽ നിന്നൊരു പരിവർത്തനം നമുക്ക് ആവശ്യമുണ്ട്, ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമുണ്ട്. ഒറ്റ വാക്യം കൊണ്ട്, റോമാക്കാരുടെ ലേഖനം 13-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം കൊണ്ട് മഹാപാപിയായ അഗസ്തീനോസിനെ ഒരു വിശുദ്ധനാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിച്ചു. പകൽ കഴിയാറായി, രാത്രി വന്നിരിക്കുന്നു. എല്ലാ തിന്മയുടെയും പ്രവർത്തനങ്ങളെ മാറ്റി പ്രകാശത്തിന് യോജിച്ച വിധം നമുക്ക് ജീവിക്കാം. ഇതാണ് നമുക്ക് ആവശ്യം. പ്രകാശത്തിന് യോജിച്ച വിധം, പുണ്യത്തിന് യോജിച്ച വിധം, കർത്താവിന് യോജിച്ച വിധം ജീവിതം നയിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രിയ സഹോദരങ്ങളെ, നാലാമതായിട്ട് ഈ കുരുടൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു. യേശുവിന്റെ അടുക്കൽ ചെന്നവനായ കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം നീ ആഗ്രഹിക്കുന്നു? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. അവനൊറ്റ കാര്യമേ ചോദിച്ചു, വേറൊന്നും ചോദിച്ചില്ല. എന്തിനാണ്? അവൻ പണം ചോദിച്ചില്ല, ധനം ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല, പെരുമ ചോദിച്ചില്ല. എനിക്ക് കാണണം, എനിക്ക് വെളിച്ചം കിട്ടണം, എനിക്ക് നിന്റെ കാണണം, എനിക്ക് എന്നെ കാണണം, ഈ ലോകത്തെ മുഴുവൻ എനിക്ക് കാണണം. അതെ, ഈ ലോകത്തെ ദൈവത്തെ കണ്ട് ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകണം. പ്രിയ സഹോദരങ്ങളെ, ദൈവമായിരിക്കുന്നവരിൽ ദൈവത്തെ കാണുവാനും, ഞാനായിരിക്കുന്നവരിൽ എന്നെ കാണുവാനും, ലോകത്തെ ലോകമായി കണ്ടുവാനും ജീവിക്കുവാനും എനിക്ക് സാധിക്കും. ഈ വെളിച്ചമാണ് നമുക്ക് ആവശ്യം. പലപ്പോഴും ഈ വെളിച്ചം നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നെങ്കിലും അന്ധകാരത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ കണ്ണുകൾ ആന്തരിക കണ്ണുകൾ പോലെ തന്നെ നമ്മുടെ പ്രകാശത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പാപത്തിന്റെ അന്ധകാരത്തിലല്ല, ലോകത്തിന്റെ അന്ധകാരത്തിലല്ല, പൈശാചിക ബന്ധനങ്ങളിലല്ല, മറിച്ച് യേശുവിന്റെ പ്രകാശത്തിൽ. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, എന്നിൽ നടക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ പ്രകാശത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കുരുടന് കാഴ്ച കിട്ടിയതുപോലെ, അവന്റെ ആഗ്രഹം പോലെ, വിശ്വാസം പോലെ അവന് കർത്താവ് കാഴ്ച കൊടുത്തു. ഈ വിശ്വാസം പോലെ ഈ നോയമ്പിന്റെ ഏറ്റവും അവസാനത്തിൽ നമുക്ക് ഒരു പുതിയ സൃഷ്ടിയാകാം. പാപങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അനേക വിശുദ്ധരെ സഭ നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. ആ വിശുദ്ധരൊക്കെ ഈ പാപത്തിൽ നിന്ന് മാറി പ്രകാശത്തിൽ ജീവിച്ചവരാണ്. അന്ധകാരം വിട്ട് പ്രകാശത്തിന്റെ മക്കളായി ജീവിച്ചവരാണ്. നമുക്കും കർത്താവിന്റെ മരണത്തിൽ നിന്നും ഉയർപ്പിലേക്ക് കർത്താവ് പോലെ നമുക്കും ആ പ്രകാശത്തിലേക്ക് വരുവാൻ കൃപ തരണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിമ്മയുടെ മകനായ ബർത്തിമേസ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ 4 പാഠങ്ങൾ, ദൈവത്തെ വിളിച്ച്, ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച്, അനുദപിച്ച്, പുതിയ ജീവിതം നയിച്ച് പ്രകാശത്തിന്റെ മക്കളായി തീരുവാൻ കൃപ തരണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാ കൃപയും തന്നു ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ മാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.